ഇതാണ് നമ്മുടെ കുടുംബം. നമ്മുടെ കുടുംബങ്ങളിൽ പല രീതിയിലുള്ള ഫാൻസ് ഉണ്ട്. അതിൽ പെട്ട ഒന്നാണ് സദാചാരം, കുലസ്ത്രീ അല്ലെങ്കിൽ കുലപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേകതരം ഫാൻസ്. അത്തരം ഫാൻസിന് അമ്മയെന്നോ പെങ്ങളൊന്നൊന്നുമില്ല. അനുമോളിനെ സംരക്ഷിക്കാൻ വേണ്ടി അവർ എന്ത് ചെറ്റ വർത്താനം വേണമെങ്കിലും പറയും. അതിൽ പെട്ട ഒന്നാണ് നമ്മുടെ സജി ചേച്ചി. അപ്പോൾ സജി ചേച്ചി കഴിഞ്ഞ ദിവസം ഞാൻ അനുമോൾക്ക് ഇട്ട ഒരു വീഡിയോ കണ്ടിട്ട് സജി ചേച്ചിക്ക് അങ്ങ് പൊട്ടിത്തെറിച്ച് ഉടനെ എൻ്റെ അമ്മക്ക് വിളിച്ചു. അതായത് ഒരു മകനെന്ന രീതിയിൽ ഒരിക്കലും അല്ലെങ്കിൽ ഒരാണും കേൾക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിലാണ് ഒരു കമൻ്റ് ഇട്ടത്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം. സജിയുടെ ഡി പിയിൽ ആ ഡാഷ് മോൻ്റെ പിക്കാണുള്ളത്. അത് ചെറിയ പയ്യൻ്റെ പിക്കും വെച്ചിട്ട് അത് പബ്ലിക് പ്രൊഫൈൽ വെച്ചിട്ട് അതിൽ തന്നെ അവളുടെ ഫോട്ടോ ഉണ്ട്, അവളുടെ മെയിൻ അക്കൗണ്ട് ഉണ്ട്. അത് ബ്യൂട്ടീഷ്യനും എന്തോ ടാറ്റു ആർട്ടിസ്റ്റും എന്തൊക്കെയാണ് ഉള്ളത്. സോ ഇതൊക്കെ ഒരു പബ്ലിക് അക്കൗണ്ടിൽ വെച്ചിട്ട് ഇമാതിരി തെണ്ടി വർത്താനം പറയാം. ഇത്തിരി തുള്ളിക്കെട്ടൊന്നും പോരാ. പിന്നെ മോളിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാകുമ്പം ഇതല്ല ഇതിൻ്റെ അപ്പുറം ഉണ്ടാവും എന്നറിയാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നൊരു കമൻ്റ് ഇട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, ഇതിനൊക്കെ എന്ത് പേരിട്ട് വിളിക്കണം? കാരണം ഒരു പബ്ലിക് പ്രൊഫൈൽ വന്നിട്ട് ഇതുപോലെ, ഒന്നാമതേ ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരമ്മയാണ്, വേറെ മക്കളുടെ അമ്മയാണ്. സോ ഒരു അമ്മയായിട്ടുള്ളൊരു സ്ത്രീ വന്നിട്ട് ഇതുപോലുള്ള വർത്തമാനം ഒരാളോട് പറയണമെങ്കിൽ അതൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഏത് രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക? എന്തായാലും അനുമോളുടെ ഡാഷ് ആയിട്ടുള്ള സജീച്ചോട് ഒന്നേ പറയാനുള്ളൂ. ഒന്നെങ്കിൽ നിൻ്റെ വീട്ടിലെ സാഹചര്യം അല്ലെങ്കിൽ നിൻ്റെ വീട്ടിലുണ്ടായ നിനക്കുണ്ടായ പല കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നാട്ടുകാരെ ഇത് അങ്ങ് എന്താ പറയുക ഊഹിക്കുന്നുണ്ടാവുക. സോ അത് വെച്ചിട്ട് നാട്ടുകാരെ മേക്കിട്ട് അങ്ങ് കയറാൻ വരുന്നത് കേട്ടാ. നിൻ്റെ വീട്ടിലെങ്ങനെയാണ് അതുപോലെ ആയിരിക്കത്തില്ല എല്ലാ വീട്ടുകാരുടെ അവസ്ഥ. അവിടെ ചിലപ്പോൾ മറ്റേത് വെക്കുന്നുണ്ടാവും, പല രീതിയിൽ സ്വന്തം അമ്മയെന്നോ പെങ്ങളെന്നോ നോക്കാതെ പല കാര്യങ്ങളും ചിലപ്പോൾ നടക്കുന്നുണ്ടാവും. അത് വെച്ചിട്ട് ബാക്കിയുള്ളവരും അതുപോലെയാണെന്ന് ചിന്തിക്കാൻ വരരുത്. പിന്നെ പറയുമ്പോൾ മാന്യമായിട്ട് പറഞ്ഞാൽ ഓക്കെ, നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. കാരണം സോഷ്യൽ മീഡിയ ആണ്, എല്ലാവർക്കും കംപ്ലീറ്റ് ആണുള്ള റൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പറയുമ്പം അതിൽ ഇമാതിരി വർത്താനം, അതും നമ്മൾ ആൺപിള്ളേർക്ക് ഒരു പ്രത്യേകത. നമ്മൾ അച്ഛനെ തെരുവിളിക്കുന്നൊക്കെ നോർമലായിട്ട് നമ്മളെ കാണും. പക്ഷെ അമ്മയ്ക്ക് വിളിച്ചാൽ അതിൻ്റെ 8ന്റെ പണി തിരിച്ചും കിട്ടും. പിന്നെ സ്വന്തമായിട്ട് മക്കളുള്ള ഒരു അമ്മയാണ് താങ്കളും എന്നും കൂടി ഇടയ്ക്കൊന്ന് ആലോചിച്ചാൽ വളരെ നല്ലതാണ്. എന്തായാലും അത് ആലോചിക്കാനുള്ള ഒരു ഇതുപോലും ഉണ്ടാവത്തില്ല. കാരണം ഈ ഒരു കമൻറ്റ് കണ്ടാൽ തന്നെ നിൻ്റെയൊക്കെ സ്വഭാവം എത്രത്തോളം ഉണ്ടെന്ന് നാട്ടുകാർക്ക് മൊത്തം മനസ്സിലാവും. പിന്നെ ഈ ഒരു സജീച്ച് മാത്രമല്ല, വേറെയും കുറച്ച് പേരുണ്ട്. പക്ഷെ അതൊക്കെ പിന്നെ ഫേക്ക് അക്കൗണ്ട് ആണ്. കാരണം അനുമോളുടെ PR ആണ്. ഇവർക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് വീട്ടിലെ ആൾക്കാർ മറ്റേ രീതിയിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ. ഏത് സദാചാരം അല്ലെങ്കിൽ മറ്റേ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. പറഞ്ഞില്ല ആരെ സപ്പോർട്ടേ വരുന്നത് നല്ലല്ലോ, സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെയാണല്ലോ ഇവരുടെ പ്രിയപ്പെട്ട കാര്യങ്ങൾ. ശരിയാണ്.